നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാഴൂർ പടിപ്പുര എന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കമുണ്ടാകുമ്പോൾ അതിപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ വാർത്താധിഷ്ഠിത ചർച്ചാ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. സൂപ്പർ പ്രൈം ടൈം, കൗണ്ടർ പോയിന്റ്, പ്രൈം ടൈം ഡിബേറ്റ്, ഡിബേറ്റ് വിത്ത് XYZ എന്നൊക്കെ പറയുന്ന ഈ ഡിബേറ്റുകളിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആരോപണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയൊക്കെ വരുമ്പോൾ ആ ആരോപണം സത്യമാണ്, അതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്ന് സംശയലേശമന്യേ പറയാൻ വേണ്ടിയാണ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആ വിഷയത്തിൽ മഷിനോട്ടം അല്ലെങ്കിൽ കവടി നിരത്തി നോക്കൽ ആവശ്യമില്ല, പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സൂചിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ പാഴൂർ പടിപ്പുര? എന്തുകൊണ്ടാണ് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല എന്ന് ചില വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നത്? ഇതിന് പിന്നിലുള്ള ചില കഥകളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ കഥകൾ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ, മറന്നുപോയല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. തലക്കുളത്തൂർ ഭട്ടതിരി എന്നൊരു ജ്യോതിഷി ഉണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രത്തിൽ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരു കാര്യം ഗണിച്ചു പറഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കും എന്നൊരു വിശ്വാസം അക്കാലത്തുണ്ടായിരുന്നു. ഈ കഥ നമ്മൾ വായിക്കുന്നത് ഐതിഹ്യമാലയിൽ നിന്നാണ്. ഈ ഭട്ടതിരി ചെറുപ്പത്തിലെ വേദങ്ങളൊക്കെ പഠിച്ചു നടക്കുന്ന കാലം. വേദങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളെ പറയുന്ന പേരാണ് ഓദിക്കോൻ. ഒരു അവധി ദിവസം ആ സമയത്ത് ഓദിക്കോൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. ഗുരുകുലത്തിലുള്ള കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ കുഞ്ഞു ഭട്ടതിരി പ്രശ്നം വെച്ച് കളിക്കാൻ തുടങ്ങി. അതായത് എങ്ങനെയാണ് പ്രശ്നം വെക്കുന്നത്, ആളുകൾ ഓരോ വിഷയങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ അതിനനുസരിച്ച് ഇയാൾ ഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നു. ആ രീതിയിൽ ഇവർ കളിക്കാൻ തുടങ്ങി. കൂട്ടത്തിലിരുന്ന ഒരു കുട്ടി ചോദിച്ചു, നമ്മുടെ ഓദിക്കോന് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തത്, ഒന്ന് പ്രശ്നം വെച്ച് പറയാമോ എന്ന് ചോദിച്ചു. ഉടനെ ഈ കുഞ്ഞു ഭട്ടതിരി പ്രശ്നം വെച്ച് നോക്കുന്നത് പോലെ ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ശാപം കൊണ്ടാണ്, കുട്ടികളുടെ ശാപമാണ്. കാരണം ഈ ഓദിക്കോൻ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളെ നന്നായിട്ട് തല്ലും. അങ്ങനെ ഉണ്ടായ ശാപം മൂലമാണ് ഓദിക്കോന് കുഞ്ഞുങ്ങളില്ലാത്തത്. അപ്പം മറ്റൊരാൾ ചോദിച്ചു, എന്നാൽ പിന്നെ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അപ്പോൾ നമ്മളുടെ കുഞ്ഞു ഭട്ടതിരി വീണ്ടും പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് ഗണിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, പ്രതിവിധിയുണ്ട്. ഇനി അങ്ങോട്ട് കുട്ടികളെ തല്ലാൻ പാടില്ല എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും കുട്ടികൾക്ക് പഞ്ചസാര പായസം ഉണ്ടാക്കി കൊടുക്കണം. ഈ ഓദിക്കോൻ പുറത്തു പോയിട്ട് ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ കാണാതെ ഇവരെന്താണ് ചെയ്യുന്നത് അറിയാൻ അദ്ദേഹം മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ പ്രശ്നം വെച്ച് കളിക്കുന്നതും പ്രശ്നം വെക്കുന്നതിനിടയിൽ കുഞ്ഞു ഭട്ടതിരി പറയുന്ന കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ഓദിക്കോൻ കയറി വന്നു. ഇദ്ദേഹത്തെ കണ്ട ഉടനെ കുട്ടികളൊക്കെ അവരവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കളിയൊക്കെ നിർത്തി അങ്ങോട്ട് പോയി. ഓദിക്കോന് ഈ കുഞ്ഞു ഭട്ടതിരി പറഞ്ഞ കാര്യം മനസ്സിലുണ്ടായിരുന്നു. ഇനി ബാലശാപം കൊണ്ട് തന്നെ ആയിരിക്കുമോ തനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതെന്ന് വിചാരിച്ചിട്ട് ഈ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെ തല്ലുന്ന രീതി അദ്ദേഹം നിർത്തി. മാത്രമല്ല, ഈ പഠിക്കാൻ വന്നിരുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും പഞ്ചസാര പായസം ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾക്ക് കുശാലായി. എന്ന് മാത്രമല്ല, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഓദിക്കോന് ഒരു ഉണ്ണി ഉണ്ടാകുകയും ചെയ്തു. ഇതോടെ ഈ കുഞ്ഞു ഭട്ടതിരിയിൽ എന്തോ കഴിവുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം കുഞ്ഞു ഭട്ടതിരിയെ വിളിച്ച് ഉപദേശിച്ചിട്ട് പറഞ്ഞു, നീ ജ്യോതിശാസ്ത്രം കൂടെ വശമാക്കണം, നിനക്ക് അതിൽ നല്ല ഭാവിയുണ്ട് എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞതനുസരിച്ച് കുഞ്ഞു ഭട്ടതിരി വേദങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ജ്യോതിശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു. ഒപ്പം തന്നെ മറ്റു ചില ശാസ്ത്രങ്ങളും അദ്ദേഹം വശമാക്കി. അങ്ങനെ ഭട്ടതിരി പിന്നീട് അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനായി തീർന്നു. കൊച്ചി മഹാരാജാവടക്കം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയാണ് പ്രശ്നം വെപ്പിച്ചിരുന്നതും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിന് പരിഹാരം തേടിയിരുന്നതും. അങ്ങനെയുള്ള ഭട്ടതിരിക്ക് ഒരു ദിവസം ഒരു മോഹമുണ്ടായി. സ്വന്തം ഗതി എന്താകുമെന്ന് ഒന്ന് ഗണിച്ചു നോക്കണം. ആ ഒരു കൗതുകത്തിന് പുറത്ത് അദ്ദേഹം സ്വന്തം കാര്യം ഒന്ന് ഗണിച്ചു നോക്കി. ഗണിച്ചു നോക്കിയതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഉടനെ തന്നെ തനിക്ക് ജാതി ഭ്രംശം സംഭവിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹം താഴ്ന്ന ജാതിയിലേക്ക് താഴ്ത്തപ്പെടും. ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചുവെങ്കിലും അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ അടുത്തൊരു ദരിദ്ര ബ്രാഹ്മണൻ എത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് തൻ്റെ ഈ കഷ്ടകാലം മാറി ഒരു നല്ല കാലം വരുമെന്നറിയാനായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് ഗണിച്ച് പറയാനായിട്ട് ഭട്ടതിരിയോട് ആവശ്യപ്പെട്ടു. ഭട്ടതിരി ഇദ്ദേഹത്തിന് ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് കണ്ണുകളടച്ച് എന്നായിരിക്കും ഇയാളുടെ ഈ ദാരിദ്ര്യത്തിനൊരു ശമനം ഉണ്ടാകുകയെന്ന് ധ്യാനിച്ചു. അങ്ങനെ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, അധികം വ്യസനിക്കേണ്ട കാര്യമില്ല. ഉടൻ തന്നെ തൃശ്ശിവപ്പേരൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോവുക. നമ്മുടെ തൃശ്ശൂരുള്ള വടക്കുന്നാഥ ക്ഷേത്രം. അവിടെ നിങ്ങൾ 2 ബ്രാഹ്മണന്മാരെ കണ്ടുമുട്ടും. അവരുടെ കൂടെ കൂടുക. അവർ നിങ്ങളെ വിട്ടുപോകാൻ ശ്രമിക്കും, നിങ്ങളെ കബളിപ്പിച്ചു പോകാൻ ശ്രമിക്കും. പക്ഷെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. അവരുടെ കൂടെ തന്നെ കൂടുക.
അപ്പോൾ ഒടുവിൽ അവർ നിങ്ങളോട് ചോദിക്കും, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞത്? ഒരു കാരണവശാലും എൻ്റെ പേര് പറഞ്ഞു കൊടുക്കരുത്. ബ്രാഹ്മണൻ ഇത് കേട്ട് തലകുലുക്കി സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് വെച്ചടിച്ചു. അവിടെ എത്തിയ ഈ ബ്രാഹ്മണൻ അവിടെ തേജസ്വികളായ 2 ബ്രാഹ്മണന്മാരെ കണ്ടു. അവരായിരിക്കും ഭട്ടതിരി പറഞ്ഞ ബ്രാഹ്മണന്മാരെന്ന് നനച്ച് ഈ ദരിദ്ര ബ്രാഹ്മണൻ അവരുടെ കൂടെ കൂടി. അവർ ഇയാൾ ഒഴിവാക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തി, പക്ഷെ ഇയാൾ വിട്ടുപോയില്ല. ഒടുവിൽ ഇയാൾ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ആ ബ്രാഹ്മണന്മാരിൽ ഒരാൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്? അപ്പോൾ തിരിച്ച് ഈ ദരിദ്ര ബ്രാഹ്മണൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബദരി ആശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ദരിദ്ര ബ്രാഹ്മണൻ പറഞ്ഞു, ഞാനും അങ്ങോട്ട് തന്നെ നിങ്ങളുടെ കൂടെ വരികയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ തന്നെ വരണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്, കൂടെ വരാൻ അനുവദിക്കണം. ഒടുവിൽ ഇയാളുടെ നിർബന്ധത്തിന് വഴങ്ങി കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഞങ്ങളിവിടെ കാണുമെന്ന് നിങ്ങളോട് പറഞ്ഞത്? അപ്പോൾ ഈ ദരിദ്ര ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കത് പറയാൻ കഴിയില്ല, കാരണം അങ്ങനെ പറയില്ല എന്നൊരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചെന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ മറുപടി കേട്ടപ്പോൾ ഈ ബ്രാഹ്മണന്മാർ പറഞ്ഞു, ശരി, പറയേണ്ടതില്ല. പക്ഷെ ആരാണോ നിങ്ങൾക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു വന്നത്, അയാൾക്ക് ഉടൻ തന്നെ അധപതനം സംഭവിക്കും. അയാൾക്ക് ഉടൻ തന്നെ ഒരു വലിയ വീഴ്ചയുണ്ടാവുമെന്ന് ബ്രാഹ്മണന്മാർ പറഞ്ഞു. അതിനുശേഷം ഇവർ പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങളെ തൊട്ടുകൊണ്ട് കണ്ണടച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തൊട്ടുകൊണ്ട് കണ്ണടച്ച് കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇവർ ബദ്രാശ്രമത്തെ ഒരു ഗൃഹത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ 2 ബ്രാഹ്മണന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ആ വീടിനകത്ത് ഒരാൾ കിടപ്പുണ്ട്. അത് നിങ്ങളുടെ അപ്പനാണ്. പണ്ട് കാശിക്ക് പോയ അപ്പനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് കഴിഞ്ഞ് ഗംഗാസ്നാനവും കഴിച്ച് ഇപ്പോൾ വളരെ കാലമായി ശാന്തി കഴിച്ച് ഇവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ വിഷ്ണുദൂതന്മാരാണ്. അരനാഴിക സമയം കൂടിയുണ്ട്, അതിനുള്ളിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട ആ ബ്രാഹ്മണൻ ഗൃഹത്തിൽ പ്രവേശിച്ച് അവിടെ കിടക്കുന്ന ആളെ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ അപ്പനായിരുന്നു. അവിടെ കിടന്നിരുന്ന വ്യക്തി ഇയാളെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷവാനായി. കാരണം തൻ്റെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ കണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായല്ലോ. അങ്ങനെ മരണാസന്നനായി കിടക്കുന്ന ആ വ്യക്തി ഒരു താക്കോൽ ഈ ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ അടങ്ങിയ പെട്ടിയുടെ താക്കോലായിരുന്നു അത്. അത് കൊടുത്ത ശേഷം അദ്ദേഹം മരിച്ചു. ഇദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നമ്മുടെ ഈ ദരിദ്രരായിരുന്ന ബ്രാഹ്മണൻ തിരിച്ച് സ്വദേശത്തേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷം ഇയാൾ ഭട്ടതിരിയെ പോയി കണ്ടു. അപ്പോൾ ഭട്ടതിരി ചോദിച്ചു, എന്നെക്കുറിച്ച് എന്താണ് ആ 2 ബ്രാഹ്മണന്മാർ പറഞ്ഞത്? അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, താങ്കൾക്ക് അധപതനം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് ഭട്ടതിരി പറഞ്ഞു, അത്രയേ ഉള്ളൂ, ഞാനിത് നേരത്തെ മനസ്സിലാക്കിയതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, അദ്ദേഹത്തോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്തായാലും തനിക്ക് അധപതനം വരുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉറപ്പായി. അത് വരാൻ സാധ്യതയുള്ള ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിത്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നേരെ പാഴൂർ പുഴയുടെ കരയിലേക്ക് വെച്ചടിച്ചു. അവിടെ സുഹൃത്തുക്കളോടൊപ്പം വഞ്ചിയിൽ കളിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, രാത്രിയും പകലും എല്ലാം. അങ്ങനെ പകൽ മുഴുവനും വഞ്ചിയിൽ കളിച്ചു. വൈകുന്നേരമായപ്പോൾ പുഴയിലിറങ്ങി കുളിച്ച് സന്ധ്യാവന്ദനം നടത്തി വീണ്ടും വഞ്ചിയിൽ കയറി കളിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറി. കാർമേഘങ്ങളൊക്കെ ഇരുണ്ടുകൂടി ശക്തമായ ഇടിയോടും കാറ്റോടും കൂടിയ മഴ പെയ്യാൻ തുടങ്ങി. ഈ തോണി ആടി ഉലഞ്ഞ് മറിയുമെന്ന അവസ്ഥയിലായി. ഇവർ കരയിലേക്ക് തുഴയാൻ നോക്കിയിട്ട് സാധിക്കുന്നുമില്ല. ഒടുവിൽ ഒരുവിധം കരക്കെത്തിയ ഇവർ അവരവരെ വീടുകളിലേക്ക് ഓടിപ്പോയി. അവിടെ ഭട്ടതിരി മാത്രം തനിച്ചായി. പെട്ടെന്നൊരു ഇടിമിന്നലുണ്ടായി. ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഒരു പടിപ്പുര ഭട്ടതിരി കണ്ടു. അവിടെ തന്നെ കയറി നിന്നേക്കാമെന്ന് കരുതി ഭട്ടതിരി അങ്ങോട്ട് വെച്ചടിച്ചു. അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഇടിമിന്നലുണ്ടായി. ആ വെട്ടത്തിൽ അവിടെ ഒരു കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. എന്നാൽ പിന്നെ ഇവിടെ തന്നെ വിശ്രമിച്ചേക്കാമെന്ന് കരുതി ഭട്ടതിരി ആ കട്ടിൽ കയറി വിശ്രമിക്കാൻ തുടങ്ങി. രാവിലെ മുതൽ വൈകുന്നേരം വരെയും പിന്നീടും വഞ്ചിയിൽ കളിയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ക്ഷീണമുണ്ടായിരുന്ന ഭട്ടതിരി പെട്ടെന്ന് ഉറങ്ങിപ്പോയി. സത്യത്തിൽ ആ കട്ടിൽ ആ വീട്ടുടമസ്ഥൻ്റെ കട്ടിലായിരുന്നു. അയാൾ ഒരു മദ്യപാനിയായിരുന്നു. ഭാര്യയോട് വഴക്കുണ്ടാക്കി എവിടേക്കോ പോയിരുന്നതുകൊണ്ടാണ് ആ കട്ടിൽ അവിടെ ഒഴിഞ്ഞു കിടന്നിരുന്നത്. രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറി, കാർമേഘം മാറി, നിലാവെളിച്ചം വന്നു. ആ സമയത്ത് ഈ വീട്ടുടമസ്ഥൻ്റെ ഭാര്യ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ കട്ടിലിൽ ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടു. അത് തൻ്റെ ഭർത്താവായിരിക്കുമെന്ന് കരുതി അവർ നേരെ ചെന്ന് ഭട്ടതിരിയുടെ അടുത്ത് നിന്ന് കിടന്നു. ഭട്ടതിരി തണുത്തു വിറങ്ങലിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ സ്ത്രീ അടുത്തു വന്ന് കിടക്കുന്നത്. ആ ചൂട് അദ്ദേഹത്തിന് ഒരു ആശ്വാസമായി തോന്നി. അത് ഒരു ലൈംഗിക ബന്ധത്തിൽ അവസാനിച്ചു.
എല്ലാം കഴിഞ്ഞപ്പോൾ നക്ഷത്രങ്ങളെ നോക്കി സമയം മനസ്സിലാക്കിയ ഭട്ടതിരി ആ സ്ത്രീയോട് ചോദിച്ചു, നീ ആരാണ്, നിന്റെ ജാതി ഏതാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു കണിയാട്ടിയാണ്, അറിയാതെ സംഭവിച്ചു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. തൻ്റെ തലയിൽ എഴുതിയാലേ സംഭവിക്കുകയുള്ളൂ. കണിയാട്ടിയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതോടെ ഭട്ടതിരിക്ക് ജാതി ഭ്രംശം സംഭവിച്ചിരിക്കുന്നു. തലയിൽ എഴുതിയത് നടക്കുമെന്ന് പറയാതെ എന്ത് ചെയ്യാൻ? എന്തായാലും ഭട്ടതിരി പറഞ്ഞു, പുലർച്ചെയായി, എനിക്ക് പോകേണ്ട സമയമായി. നമ്മൾ തമ്മിൽ രമിച്ചതിൻ്റെ ഫലമായിട്ട് നിനക്ക് ഒരു പുത്രൻ ജനിക്കും. അതുകൊണ്ട് നിന്റെ വീടിന് ഉയർച്ചയും ഐശ്വര്യവും ഒക്കെ വരും എന്ന് പറഞ്ഞ്, ഇനി ദൈവനിശ്ചയമുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഭട്ടതിരി അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് അദ്ദേഹം പാണ്ഡ്യരാജ്യത്ത് എവിടെ പോയി താമസിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കണിയാട്ടി പെണ്ണിൽ ഭട്ടതിരിക്ക് ഒരു പുത്രൻ ജനിച്ചു. അയാൾക്ക് വേണ്ടവിധം വിദ്യാഭ്യാസം കൊടുത്ത് വളർന്നു വന്നപ്പോൾ അയാൾ അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിയായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു നമ്പൂതിരി ഇദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു. ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയാനാണ് വന്നിരിക്കുന്നത്. ഗണിച്ചു നോക്കിയിട്ട് കണിയാരി പറഞ്ഞു, പിറക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണ്. എന്നിട്ട് ജാതകം എഴുതി കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ജനിച്ചത് പെൺകുഞ്ഞായിരുന്നു. രണ്ടാമതും നമ്പൂതിരിയുടെ ഭാര്യ ഗർഭിണിയായി. അപ്പോഴും വന്ന് കണിയാരോട് ചോദിച്ചു, ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? ഇത്തവണയും ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ജാതകം എഴുതി കൊടുത്തു. അതേപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ 9 തവണയും നമ്പൂതിരിക്കുണ്ടായത് പെൺകുഞ്ഞാണ്. 10ാമത്തെ തവണ ഗർഭിണിയായപ്പോഴും നമ്പൂതിരി കണിയാരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ കണിയാർ പറഞ്ഞു, ഇത്തവണയും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞ് തന്നെയാണ് എന്ന് പറഞ്ഞ് ജാതകം എഴുതി കൊടുത്തു വിട്ടു. തനിക്ക് ഒരു പുത്രൻ ജനിക്കുന്നില്ലെന്ന സങ്കടത്തോടെ ഇദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വഴിപോക്കൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം തൈക്കാട്ട് നമ്പൂതിരിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം എവിടെ നിന്നെങ്കിലും ഉച്ചയൂണ് കഴിച്ചു പോകാമെന്ന് കരുതിയാണ് ഈ നമ്പൂതിരിയുടെ വീട്ടിലെത്തിയത്. ഗൃഹനാഥനായ നമ്പൂതിരിയായിട്ട് അദ്ദേഹത്തെ യഥാവിധം സ്വീകരിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. അതിനുശേഷം ഇവർ മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഈ കഷ്ടാരത്തെക്കുറിച്ചൊക്കെ തൈക്കാട്ട് നമ്പൂതിരിയോട് പറഞ്ഞു. തൈക്കാട്ട് നമ്പൂതിരി ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പുത്രൻ ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആഗ്രഹമുണ്ട്, പക്ഷേ കണിയാൻ ഇതുവരെ പ്രവചിച്ചു ഒന്നും ഫലിക്കാതെ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കതിൽ വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തൈക്കാട്ട് നമ്പൂതിരി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് നിങ്ങൾ 41 ദിവസം ഭക്ഷണം നൽകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺപ്രജയായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല എങ്കിലും ഒടുവിൽ ഈ തൈക്കാട് നമ്പൂതിരി പറഞ്ഞ കാര്യം സമ്മതിച്ചു. 41 ദിവസം അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഈ 41 ദിവസവും എന്തൊക്കെയോ മന്ത്രം ജപിച്ചിട്ട് കുറച്ച് നെയ്യ് നമ്പൂതിരിയുടെ ഭാര്യയ്ക്ക് സേവിക്കാൻ കൊടുത്തു. അങ്ങനെ 41 ദിവസം കഴിഞ്ഞപ്പോൾ തൈക്കാട് നമ്പൂതിരി യാത്ര ആ സമയത്ത് പറഞ്ഞു, ഇനി പ്രസവ സമയമാകുമ്പോൾ ഞാൻ വരാം, ആ സമയത്ത് കണിയാനോടും വരാൻ പറയണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പ്രസവ സമയമായപ്പോൾ തൈക്കാട് നമ്പൂതിരി എത്തിച്ചേർന്നു. ഈ ഗൃഹനാഥനായ നമ്പൂതിരി ക്ഷണിച്ചതനുസരിച്ച് കണിയാനും എത്തിച്ചേർന്നു. താൻ അകത്തുള്ള വിവരം കണിയാനോട് പറയണ്ട എന്ന് തൈക്കാട് നമ്പൂതിരി പറഞ്ഞു. കണിയാൻ വന്ന് പടിപ്പുരയിൽ ഇരിപ്പായി. ഇടയ്ക്ക് ഗൃഹനാഥൻ വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് ഉറപ്പാണോ എനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്നുള്ള കാര്യത്തിൽ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞു തന്നെ. ഈ സമയത്ത് ഒരു വഴിപോക്കൻ അവിടെ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്പൂതിരി വീണ്ടും വന്ന് ചോദിച്ചു, എനിക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞ് തന്നെയാണെന്ന് അങ്ങേക്ക് ഉറപ്പാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗണിച്ചാൽ ഗണിച്ചത് തന്നെ, അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമ്പൂതിരി വീണ്ടും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പശു കൂടെ പ്രസവിക്കാറായി നിൽക്കുന്നുണ്ട്, ആ കുഞ്ഞ് ഏതായിരിക്കുമെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കണിയാൻ പറഞ്ഞു, പശു പ്രസവിക്കാൻ പോകുന്നത് കാളക്കുട്ടനെയാണ്, അവൻ്റെ നെറ്റിയിൽ ഒരു പുള്ളി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന വഴിപോക്കൻ പറഞ്ഞു, നെറ്റിയിൽ പുള്ളി ഉണ്ടാവില്ല, പക്ഷെ വാലിൽ പുള്ളി ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തായാലും പശു പ്രസവിച്ചു. കണിയാൻ പറഞ്ഞതുപോലെ അതൊരു കാളക്കുട്ടിയായിരുന്നു, പക്ഷേ നെറ്റിയിലായിരുന്നില്ല, വാലിലായിരുന്നു പുള്ളി. ഇത് കണിയാന് ചെറിയൊരു വിഷമം ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞ് ഈ നമ്പൂതിരി വീണ്ടും വന്ന് കണിയനോട് ചോദിച്ചു, അങ്ങേക്ക് ഉറപ്പാണോ ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞോ പെൺകുഞ്ഞോ? അപ്പോൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണ്. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, എന്നാൽ അങ്ങേക്ക് തെറ്റി, എനിക്ക് ജനിച്ചിരിക്കുന്നത് ഒരു ആൺകുഞ്ഞാണ്. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും വിഷമമായി. തൻ്റെ 2 പ്രവചനങ്ങളാണ് അടുപ്പിച്ച് തെറ്റിയിരിക്കുന്നത്. ഇയാൾ ആ വഴിപോക്കനിൽ എന്തൊക്കെ ഒരു പ്രത്യേകത കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം വഴിപോക്കനും കൃത്യമായിട്ട് പ്രവചിച്ചല്ലോ വാലിലാണ് പുള്ളിയെന്ന്. അപ്പോൾ വഴിപോക്കനോട് ചോദിച്ചു, ഞാൻ കൃത്യമായി ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ഗണിച്ചത്. എനിക്കുറപ്പായിരുന്നു അന്തർജനത്തിന് ജനിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നും പശുവിന് ജനിക്കാൻ പോകുന്നത് നെറ്റിയിൽ പുള്ളിയുള്ള കാളക്കുട്ടിയാണെന്നും. പക്ഷെ എങ്ങനെയാണ് എൻ്റെ പ്രവചനം തെറ്റിപ്പോയത്? അപ്പോൾ ഈ വഴിപോക്കൻ പറഞ്ഞു, നിങ്ങൾ ഗണിച്ച രീതിയൊക്കെ ശരി തന്നെ, പക്ഷേ ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പിഴവ് പറ്റിയത്.
അപ്പോൾ ഈ കണിയാൻ ഈ വഴിപോക്കനെ സൂക്ഷിച്ചു നോക്കി. എന്തോ സംശയം തോന്നിയത് കൊണ്ട് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എൻ്റെ അച്ഛനല്ലേ? എന്നിട്ട് കണിയാൻ ഈ വഴിപോക്കനോട് താൻ ജനിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ വന്നിരുന്നയാൾ ഭട്ടതിരി തന്നെയായിരുന്നു. അങ്ങനെ ഈ കണിയാനും ഭട്ടതിരിയും കൂടെ പാഴൂരുള്ള തൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്ന വഴി കണിയാൻ വീണ്ടും പറഞ്ഞു, നമ്മൾക്ക് ഇന്ന് പാൽപ്പായസം ലഭിക്കും. അത് കേട്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, പാൽപ്പായസം ലഭിക്കും, പക്ഷേ അത് കരിഞ്ഞ പായസമായിരിക്കും. പറഞ്ഞതുപോലെ ഇവർക്ക് പോകുന്ന വഴി പാൽപ്പായസം ലഭിച്ചു, പക്ഷേ അത് കരിഞ്ഞ പായസമായിരുന്നു. അപ്പോൾ കണിയാൻ്റെ മൂന്നാമത്തെ പ്രവചനത്തിലാണ് ഒരു പിശക് വന്നിരിക്കുന്നത്. കരിഞ്ഞ പായസമായിരിക്കുമെന്ന് ഇദ്ദേഹത്തിന് നേരത്തെ പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഭട്ടതിരിയോട് കണിയാൻ കാര്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ പ്രവചനം തെറ്റിപ്പോകുന്നത്? അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. നിങ്ങൾ ലക്ഷണങ്ങൾ നോക്കുന്നത് ശരിയാണ്, പക്ഷേ ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കാതെയാണ് പ്രവചിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് അന്തർജനം പ്രസവിക്കുന്നത് പെൺകുഞ്ഞായിരിക്കുമെന്ന് എൻ്റെ പ്രവചനം തെറ്റിപ്പോയത്? അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, 3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജനിക്കാൻ പോകുന്നത് ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്ന് പ്രവചിക്കാൻ പാടുള്ളൂ. പക്ഷേ നീ അതിന് വ്യത്യസ്തമായിട്ട് നിന്റെ ആത്മവിശ്വാസ കൂടുതൽ മൂലം അതിലും നേരത്തെ തന്നെ പ്രവചിച്ചു. പക്ഷേ ബ്രാഹ്മണന്മാരുടെ സിദ്ധി കൊണ്ട് 3 മാസത്തിനുള്ളിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ലിംഗം തീരുമാനിക്കാൻ അവർക്ക് സാധിക്കും. നീ 3 മാസം മുന്നേ പ്രവചിച്ചത് കൊണ്ടും ആ നമ്പൂതിരിയുടെ ഇല്ലത്ത് വന്ന തൈക്കാട്ട് നമ്പൂതിരിക്ക് സിദ്ധി ഉണ്ടായതുകൊണ്ടുമാണ് നിന്റെ പ്രവചനം തെറ്റിപ്പോയത്. അപ്പോൾ കാളക്കുട്ടിയുടെ കാര്യം ചോദിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അവിടെയും നീ ശ്രദ്ധിച്ചു നോക്കിയില്ല. നീ ഗണിച്ചപ്പോൾ കണ്ടത് നെറ്റിയിൽ പുള്ളിയുണ്ട് എന്നാണ്. പക്ഷെ സത്യത്തിൽ ആ കാളക്കുട്ടൻ്റെ വാല് വളഞ്ഞ് നെറ്റിയുടെ ഭാഗത്ത് വന്ന് നിന്നിരുന്നതാണ്. വാലിലുണ്ടായിരുന്ന പുള്ളി നെറ്റിയിലെ പുള്ളിയായിട്ട് നീ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ പ്രവചനം തെറ്റിപ്പോയത്. ഇദ്ദേഹം മൂന്നാമത് ചോദിച്ചു, എങ്ങനെയാണ് കരിഞ്ഞ പായസം ലഭിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയാതെ പോയത്? അപ്പോൾ ഭട്ടതിരി ചോദിച്ചു, നീ എങ്ങനെയാണത് ഗണിച്ചത്? അന്നേരം കണിയാൻ പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ ഒരു ചക്രവാക പക്ഷി പാലുള്ള മരത്തിൽ വന്നിരിക്കുന്നത് കണ്ടു. അങ്ങനെയാണ് പാൽപ്പായസം ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഉടനെ ഭട്ടതിരി പറഞ്ഞു, ആ ചക്രവാക പക്ഷി വന്നിരുന്നത് ഒരു ഉണങ്ങിയ കൊമ്പിലാണ്. അത് നീ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ആ പായസം കരിഞ്ഞതായിരിക്കുമെന്ന് നിനക്ക് ഗണിക്കാൻ കഴിയാതെ പോയത്. എന്തായാലും ഇവർ സംസാരിച്ചുകൊണ്ട് പാഴൂരുള്ള തൻ്റെ വീട്ടിലെത്തി. അവിടെയുള്ള പടിപ്പുരയിലാണ് ശിഷ്ടകാലം ഭട്ടതിരി താമസിച്ചത്. അദ്ദേഹം മരിക്കാറായപ്പോഴേക്കും കണിയനോട് ആവശ്യപ്പെട്ടു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഈ പടിപ്പുരയിൽ തന്നെ അടക്കം ചെയ്യണം. അതനുസരിച്ച് ഭട്ടതിരി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പടിപ്പുരയിലാണ് ഭട്ടതിരിയെ അടക്കം ചെയ്തത്. അവിടെ ഇരുന്നാണ് പിന്നീടുള്ള കാലം കണിയാൻ പ്രവചനങ്ങൾ നടത്തിയിരുന്നതും. ഒരിക്കൽ പോലും പിന്നീട് കണിയാൻ്റെ പ്രവചനം പിഴച്ചിട്ടുമില്ല. അതായത് അത്രയ്ക്കും കണിശമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവചനമായിരിക്കും കണിയാൻ ആ പടിപ്പുരയിൽ നിന്ന് നടത്തുന്നത്. ആ വീടിന് 3 പടിപ്പുരയുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തെക്ക് വശത്തുള്ള പടിപ്പുരയിൽ വെച്ചിട്ടാണ് കണിയാട്ടിയും ഭട്ടതിരിയും തമ്മിൽ രമിച്ചത്. പടിഞ്ഞാറ് വശത്തുള്ള പടിപ്പുരയിലാണ് ഭട്ടതിരിയെ അടക്കം ചെയ്തിട്ടുള്ളത്. ഈ പടിഞ്ഞാറ് വശത്തുള്ള പടിപ്പുരയുടെ അതേ മഹാത്മ്യം തന്നെ കിഴക്ക് വശത്തുള്ള പടിപ്പുരയ്ക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതിന് പിന്നീടുള്ള കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം ഈ കണിയാനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ബുദ്ധനും ശുക്രനും ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ഈ കണിയാൻ്റെ അടുത്ത് ബുദ്ധൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം നോക്കി പറയാൻ പറഞ്ഞു. പഞ്ചാംഗം നോക്കിയിട്ട് ബുദ്ധൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം ഇദ്ദേഹം കൃത്യമായി പറയും. ആ സമയത്ത് ബുദ്ധനും ശുക്രനും സ്ഥാനം മാറിയിരിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഗണിച്ചത് തെറ്റാണ്, വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഗണിച്ചു നോക്കിക്കോളൂ. അങ്ങനെ ഗണിച്ചു പറയുമ്പോൾ താൻ നേരത്തെ പറഞ്ഞ സ്ഥാനത്തല്ല ബുദ്ധനും ശുക്രനും ഇരിക്കുന്നതെന്ന് കണിയാന് മനസ്സിലാവും. അദ്ദേഹം വീണ്ടും ഗണിക്കാനിരിക്കും. ആ സമയത്തൊക്കെ ഈ ബുധനും ശുക്രനും സ്ഥാനം മാറിയിരിക്കും. അങ്ങനെ ഒരിക്കൽ പോലും കണിയാൻ ഗണിച്ചു പറഞ്ഞ സ്ഥാനത്തല്ല ഈ ബുധനെയും ശുക്രനെയും കണ്ടിരുന്നത്. ഒടുവിൽ നിരാശയോടെ ഈ കണിയാൻ ബുധനും ശുക്രൻ്റെയും വേഷത്തിൽ വന്നിരുന്ന ബ്രാഹ്മണന്മാരോട് പറയും, ഞാൻ അകത്തുപോയി മറ്റൊരു ഗ്രന്ഥം നോക്കിയിട്ട് വരാം. അത് നോക്കി ഗണിച്ചാൽ എനിക്ക് ഒരിക്കലും തെറ്റുകയില്ല. പക്ഷേ ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് മാറരുത്, ഒരിക്കലും ഇവിടം വിട്ടു പോവുകയും ചെയ്യരുത്. അദ്ദേഹത്തിന് ഈ ബുദ്ധശുക്രന്മാർ വാക്കുകൊടുത്തു. അതനുസരിച്ച് ഈ കണിയൻ അകത്തേക്ക് കയറിപ്പോയി. താൻ ഗണിച്ചു പറഞ്ഞത് തെറ്റായിപ്പോയല്ലോ എന്ന ദുഃഖം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. പുറത്തേക്ക് ഇറങ്ങി വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് നിർദ്ദേശം അംഗീകരിച്ചിരുന്നത് കൊണ്ട് ബുധനും ശുക്രനും ആ പടിപ്പുര വിട്ടു പോകാനുള്ള അനുവാദവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള കാലം മുഴുവനും ബുധനും ശുക്രനും ആ പടിപ്പുരയിൽ ഇരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് കിഴക്കുള്ള പടിപ്പുരയ്ക്കും പടിഞ്ഞാറുള്ള പടിപ്പുരയ്ക്കും ഒരേപോലെ മഹാത്മ്യമുള്ളത്. ഈ പടിപ്പുരയിൽ ഇരുന്ന് എന്തെങ്കിലും ഗണിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിഴവ് പറ്റില്ല എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ഒരിക്കലും തെറ്റിപ്പോവാത്ത കാര്യം പടിപ്പുരയിൽ നിന്ന് പറയും എന്നുള്ളത് കൊണ്ട് തന്നെ
തങ്ങൾ പറയുന്ന കാര്യം ഒരിക്കലും തെറ്റാൻ പോകുന്നില്ല, അതുകൊണ്ട് അതറിയാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമില്ല എന്ന പ്രയോഗം നമ്മുടെ ഭാഷയിൽ പ്രചരിച്ചു. ഇതാണ് പാഴൂർ പടിപ്പുരയുടെയും പാഴൂർ പടിപ്പുര വരെ പോകേണ്ട എന്ന കഥയുടെയും പിന്നിലുള്ള ഐതിഹ്യം. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും അറിവുകളോ പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും. മറ്റൊരു കഥ പറച്ചിലുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.